ദിലീപ് ആരാധകരൊക്കെ ഇപ്പോ വലിയ ആഘോഷത്തിലാണ്. കോടതി വളപ്പിൽ തന്നെ ഭയങ്കര ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളുമാണ് കാണാൻ പറ്റുന്നത്. ഇത്രയും ഒരു 8 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ദിലീപ് കടന്നുപോയ സാഹചര്യം, നടന് നീതി ലഭിച്ചു. എന്നാൽ ഈ ഒരു കേസ് തുടങ്ങുന്നത് നമ്മുടെ നടിക്കാണ് നമുക്ക് നീതി ലഭിക്കേണ്ടത്. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം ഒരു 8 വർഷങ്ങൾക്ക് ശേഷം ഒരു വിധി വന്നിരിക്കുകയാണ്. കേരളം ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു വിധി ദിലീപിന് കുറ്റവിമുക്തനായിരിക്കാണ്. അതെ, ദിലീപ് ആരാധകരൊക്കെ ഇപ്പോ വലിയ ആഘോഷത്തിലാണ്. കേക്കൊക്കെ മുറിച്ച് വഴിയിൽ പോകുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. മറ്റതുപോലെ തന്നെ കോടതി വളപ്പിൽ തന്നെ ഭയങ്കര ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളുമാണ് കാണാൻ പറ്റുന്നത്. കാരണം മാധ്യമങ്ങൾ തന്നെ ദിലീപിനെ വളഞ്ഞ് നിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതെ, മൈക്കൊക്കെ ആളെ ഭയങ്കര ഡിസ്റ്റർബ് ആക്കുന്നുണ്ടായിരുന്നു. പ്രത്യേക ഒരു കാരണം കൂടെ ഉണ്ട്. കാരണം ഈ ഒരു ടൈം പീരീഡില് ആൾ ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതിനെ പറ്റിയിട്ടൊന്നും തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വിധി വരുന്ന ഒരു സമയത്താണ് ആള് ആദ്യമായിട്ട് മൗനം പാലിച്ചിരുന്ന ആള് ഇന്ന് സംസാരിക്കുകയാണ്. അതെ, ഈ ഒരു വിധിയെ പറ്റിയിട്ടും കേസിനെ പറ്റിയിട്ടും ഇപ്പോഴാണ് ആളൊന്ന് സംസാരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് മഞ്ജു വാര്യരുടെ പേര് തന്നെ ആദ്യ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. മഞ്ജുവിൽ നിന്നാണ് തുടക്കം. ഗൂഢാലോചന എന്ന പേര് ആദ്യം തന്നെ വരുന്നത് മഞ്ജു പറഞ്ഞിട്ടാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ദിലീപ് പറഞ്ഞു വെച്ച് പോകുന്നത്. അതും പറഞ്ഞിട്ടാണ് ദിലീപ് പോകുന്നത്. അതെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദിലീപ് അവിടെ പറയുന്നുണ്ട് മാധ്യമങ്ങളോട്. ഈ ഒരു പീരീഡ്, ഇത്രയും ഒരു 8 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ദിലീപ് കടന്നുപോയ സാഹചര്യം, മാനസികമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിനെ കാണുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഉറക്കം പോലും ശരിയായിരിക്കില്ല. നമുക്കറിയാം ഇങ്ങനെ ഒരു വലിയൊരു കേസ് നടക്കുവാണ്. ആളുടെ കണ്ണ് കാണുമ്പോ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, പണ്ടത്തെ ആ ഒരു തേജസ് ഇല്ല എന്നുള്ളത്. ആള് വളരെ വീക്കായിരുന്നു. ആളുടെ ആ ഒരു കാരണം ടെൻഷനല്ലേ, കാരണം ഏത് സമയത്ത് എന്താ സംഭവിക്കുന്നത്. കാരണം കോടതിയുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും. ആ ഒരു വിധി 8ാം പ്രതിയാണ് ആള്. അപ്പോ ആള് ചിന്തിക്കുന്നുണ്ടാവില്ല എന്തായിരിക്കും വിധി വരുന്നത് എന്നുള്ളത്. ഇപ്പോ 1 തൊട്ട് 6 വരെയുള്ള പ്രതികൾക്കാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ശിക്ഷയാണെന്നുള്ളത് 12-ാം തീയതി നമുക്കറിയാം. ശിക്ഷാവിധി ഡിസംബർ 12-ാം തീയതിയാണ് ശിക്ഷാവിധി വരുന്നത്. നടിക്ക് നീതി ലഭിക്കുമെന്ന് നമുക്ക് അന്നറിയാം. ഇനിയിപ്പോ അന്നത്തെ ദിവസം ദിലീപിന് വരണ്ട, കാരണം ദിലീപ് പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനായിരിക്കുകയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇനിയിപ്പോ ദിലീപിന് വരേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കി പൾസർ സുനി ഉൾപ്പെടെയുള്ള ആൾക്കാരായിരിക്കും, 6 വരെയുള്ള പ്രതികളായിരിക്കും ഇനി ഉണ്ടാവുക. ഇപ്പോഴും ലൈവ് പോകുന്നുണ്ട്. ഒരുപാട് പേര് വീണ്ടും ദിലീപിനെ എതിരായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ്. ദിലീപ് എന്തായാലും കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെ വിശ്വസിക്കുന്നവരും ഉണ്ട്. നമുക്ക് കോടതി വിധിയുടെ കൂടെ നിൽക്കേണ്ടി വരും. അതെ, എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം. തെളിവുണ്ട് എന്നുള്ള രീതിക്കാണ് 8 കൊല്ലം വലിച്ചു നീട്ടിയത്. ഇന്നിപ്പോ തെളിവില്ലാതെ എന്നും പറയുന്നു. ഡയറക്ട്ലി ഒന്നിലും ഇൻവോൾവ് ആയിട്ടില്ല. ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അഖിൽമാരാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പൾസർ സുനി നിന്ന അങ്ങറ്റത്ത് അപ്പുറത്തെ ഏരിയയിൽ നിന്ന് ഒരു ഫോട്ടോ വെച്ചിട്ട് ആളാണ് പ്രതി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നുള്ളത്. സാഹചര്യ തെളിവുകളും കൊണ്ട് മാത്രമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് അന്ന്. അപ്പൊ അല്ലാണ്ട് നേരിട്ടൊരു ഇൻവോൾവ്മെന്റിന്റെ ഒരു തെളിവും. പക്ഷെ ഈ ഒരു ആദ്യത്തെ ഫ്രെയിമില് ദിലീപ് ഇല്ലായിരുന്നു. 2ാമത്തെ ഫ്രെയിമിലാണ് ദിലീപ് വന്നിരിക്കുന്നത് ആ ഒരു കേസിലേക്ക്. ഫസ്റ്റ് ഫ്രെയിമില് ദിലീപ് എന്നുള്ള വ്യക്തിയുടെ പേരില്ലായിരുന്നു. 2nd ഫ്രെയിമിലാണ് ദിലീപ് എന്നുള്ള ഒരു വ്യക്തി വന്നത്. ഇതൊക്കെ ആയിരുന്നു തെളിവുകളായി വെച്ചിരുന്നത്. നടിയോട് മോശമായി പെരുമാറിയ ഒരു സീൻ എല്ലാരും കണ്ടു. ഇതൊക്കെയായിരുന്നു തെളിവ് എന്നുള്ളതാണ്. അപ്പോ 8 കൊല്ലത്തിന് ശേഷം നീതി ലഭിച്ചു. അതുപോലെ തന്നെ ഈ ഒരു ദിലീപിന്റെ കരിയറിൽ തന്നെ ഗ്രാഫ് വളരെ താഴത്തേക്ക് പോയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് രാമലീലയാണ് പിന്നെ ആളുടെ ഒന്ന് ഹിറ്റ് ആയിട്ടുള്ളത്. ഒരു ജനപ്രിയ നടനായിരുന്നു എല്ലാവർക്കും. പക്ഷെ ഈ ഒരു കേസ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറെ ഹേറ്റ് ഉണ്ട്. എന്നാൽ നല്ലൊരു മൂവി വന്നാൽ എന്തായാലും ദിലീപിന്റെ ഏറ്റെടുക്കും. ഇനിയിപ്പോ ബബ്ബ വരുന്നുണ്ട്. ഇതുപോലെ
അന്നും ഈ രാമലീലയുടെ സമയത്തും ആള് ഇതുപോലെയായിരുന്നു. ഈ ഒരു ഇപ്പൊ 8 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സിനിമ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വന്നിരിക്കുകയാണ്. ഇന്നിപ്പം കുറ്റവിമുക്തനായിട്ട് നിൽക്കുമ്പോ ഡിസംബർ 18-ന് ബബ്ബയുടെ റിലീസ് വരികയാണ്. ഈ രാമലീല ശരിക്കും റിമാൻഡ് കാലാവധിക്കായിരുന്നു ഇറങ്ങിയൊരു മൂവി ആയിരുന്നു. അന്ന് ഇതിന്റെ ഡയറക്ടർ അരുൺ ഗോപി എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിന്റെ പേരില് ആരുമേ ആ ഒരു മൂവി റിജക്ട് ചെയ്യരുത് എന്നുള്ള ഇന്നും ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു ദിലീപിനായിട്ട് വിളിച്ച്. അതെ. സോ അങ്ങനെ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. നമുക്ക് ഫിലിം എന്താവും ഇനി നോക്കാം. അതുപോലെ തന്നെ ഡിസംബർ 12-ാം തീയതിയിലുള്ള വിധിക്കായിട്ട് കാത്തിരിക്കാം. നമുക്കിവിടെ നടിയെ മാറ്റി നിർത്താൻ കഴിയില്ല. നടന് നീതി ലഭിച്ചു. എന്നാൽ ഈ ഒരു കേസ് തുടങ്ങുന്നത് നമ്മുടെ നടിയിലാണ്. നടിക്കാണ് നമുക്ക് നീതി ലഭിക്കേണ്ടത്. ഒരിക്കലും ദിലീപിനല്ല. ദിലീപിന് വേണം. ആരോപിതന്റെ ഒരു വശത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആക്രമിക്കപ്പെട്ട നടി, അതെ, സർവൈവർ എന്ന് നമുക്ക് പറയണം. അല്ലെ വിക്ടിം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, സർവൈവറിന് വേണ്ടിയിട്ട് നമുക്കിനി നീതി ലഭിക്കുമെന്ന് നോക്കാം. ഡിസംബർ 12 വരെ കാത്തിരിക്കും. താങ്ക് യു.